എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് 1 വയസ്സ് മുതൽ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ആപ്പിളും ഓട്സും ചേർത്തുണ്ടാക്കിയ ന്യൂട്രീഷ്യസ് ആയ പാൻകേക്കിൻ്റെ റെസിപ്പി കാണാം. അതിന് വേണ്ടിയിട്ട് ഒരു ആപ്പിൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ആപ്പിൾ നന്നായിട്ട് വാഷ് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ആപ്പിൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റോൾഡ് ഓട്സ് ഇട്ട് കൊടുക്കാം. റോൾഡ് ഓട്സ് ആണ് കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും ഏറ്റവും നല്ലത്. ഓട്സിൻ്റെ ഹെൽത്തിയസ്റ്റ് ഫോമാണ് ഈ ഒരു ടൈപ്പ് ഓട്സ്. റോൾഡ് ഓട്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ ഓട്സ് നമുക്ക് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാത്ത പാല് 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വച്ചിരുന്ന ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് 4 ബദാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. അതുപോലെ തന്നെ തൊലിയോട് കൂടെ തന്നെ ഇത് ചേർത്ത് കൊടുക്കാം. ബദാമിന് പകരമായിട്ട് കാഷ്യൂ നട്ട്സ് അല്ലെങ്കിൽ പീനട്ട്സ് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ ബാറ്റർ വെച്ച് വലിയ സൈസിലുള്ള 6 or 7 പാൻകേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. മിക്സിയിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടുന്നില്ലെങ്കിൽ 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ശരിക്കും അടിച്ചെടുക്കാം. എനിക്കിപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പാൻകേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ പാനിൻ്റെ എല്ലാ ഭാഗത്താവാൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉണ്ടാക്കാം. ഞാനിവിടെ കുറച്ച് വലുതായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനി പരത്തൊന്നും ചെയ്യരുത്, അതുപോലെ മൂടി വയ്ക്കുകയും വേണ്ട. ഒരു 2 മിനിറ്റിനുള്ളിൽ ഒരു വശം വെന്ത് കിട്ടും. അതുപോലെ ഈ ഓട്സ് പാൻകേക്ക് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് മറിച്ചിട്ടില്ലെങ്കിൽ അത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തീ എപ്പോഴും ലോ മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയ്ക്ക് വയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ തന്നെ അടുത്ത പാൻകേക്കും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ഹെൽത്തി പാൻകേക്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ്സിൻ്റെ അല്ലെങ്കിൽ ബെറീസിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ കുട്ടികൾക്ക് ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. കുട്ടികൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.